നമസ്കാരം. CPM-നെയും പിണറായി വിജയനെയും നേതാക്കളെയുമൊക്കെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ. നിരവധി വെളിപ്പെടുത്തലുകളാണ് സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം പിണറായി വിജയനെതിരെയും പാർട്ടിക്കെതിരെയും വെളിപ്പെടുത്തിയത്. പലപ്പോഴും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ നിന്നൊന്നും പിന്മാറാതെ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്നലെ അദ്ദേഹം ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ആ കുറിപ്പിൽ സൈബർ സഖാക്കൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നു, ഈ ആക്രമണത്തിൽ താൻ ഭയക്കില്ല, പിന്നോട്ട് മാറില്ല എന്നാണ് ശക്തിധരൻ ഉറപ്പിച്ചു പറയുന്നത്. ഒരിഞ്ച് പേടിച്ചു പിന്മാറില്ല എന്ന തലക്കെട്ടിലാണ് ശക്തിധരൻ തൻ്റെ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അത് ഈ സൈബർ സഖാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. വിമർശനങ്ങളെ അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. ശക്തിധരന് പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഉള്ളുകളികൾ ഏകദേശം അറിയാവുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായി പാർട്ടിയോട് ബന്ധമുണ്ട്. പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. പിണറായി വിജയനുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറയാനൊരു പ്രചോദനമാണ്. പാർട്ടിയുടെ ഇന്നത്തെ ഈ വഴിപിഴച്ച പോക്കിൽ അദ്ദേഹം അതീവ ദുഃഖിതനാണ്. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഇത്തരം കാഴ്ചകളോ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളോ കാണാനോ അതിനെ അനുകൂലിക്കാനോ കഴിയാത്തത്. അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരിഞ്ച് പേടിച്ച് പിന്നോട്ട് പോകില്ല എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്. ആ കുറിപ്പിൽ എല്ലാം അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. സൈബർ കടന്നൽക്കൂട് പൊട്ടിച്ചെറിഞ്ഞാലൊന്നും ജി ശക്തിധരൻ പേടിച്ചു പോകില്ല. മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്നവരെ പ്രകോപിപ്പിച്ച് എൻ്റെ പ്രതികരണ ശൈലിയിൽ വിഷം കലർത്തി ലാഭം കൊയ്യാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വൃഥാവിലാണ്. മുഖ്യമന്ത്രിയെ ആദരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഞാനും. അതെൻ്റെയും ഉത്തരവാദിത്വമാണ്. മുഖ്യമന്ത്രിക്ക് വിദേശ ചികിത്സയാണ് അഭികാമ്യമെങ്കിൽ അതിൽ തെല്ലും അമാന്തം കാണിക്കരുതെന്ന് തുറന്നെഴുതിയ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. മുഖ്യമന്ത്രി പേരക്കുട്ടിയെയും ചേർത്തുപിടിച്ചാണ് വിദേശയാത്ര എന്ന് മാധ്യമങ്ങൾ പരിഹസിച്ചെഴുതിയപ്പോഴും അത്തരത്തിൽ ഒരനുഭവം ആ കുട്ടിക്ക് കിട്ടുന്നതിൽ എന്തിന് കുശുമ്പ് കാണിക്കണം എന്നെഴുതി പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ഞാൻ. നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള സ്റ്റേറ്റ്സ്മാൻമാരുടെ ചരിത്രം പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കതിൽ ഒരു നിലപാടുണ്ട്. CPM നേതാക്കൾക്ക് ഒരു കാലത്ത് വിദേശയാത്ര ബാലികേറാമലയായിരുന്നു. CPI-ക്കാർക്ക് അങ്ങനെയല്ല. നായനാരുടെ ആദ്യത്തെ വിദേശയാത്രയെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. യാത്രയ്ക്കുള്ള പണം തികയാതെ ദില്ലി AKG ഭവനിൽ ചെന്ന് കടം ചോദിച്ചപ്പോൾ അന്നത്തെ ഓഫീസ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് നായനാരുടെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്തായിരുന്നു. അതാണ് ഓഫീസിലെ കർക്കശമായ ചിട്ടവട്ടം. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും PB അംഗവുമായിരുന്ന ഒരാളാണ് കടമായി പണം വാങ്ങിയതെന്ന് മറന്നുപോകരുത്. അതാണ് അന്നത്തെ പാർട്ടി. പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന സഖാക്കൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. പിണറായി വിജയന് പോലും ധാരാളിത്തത്തിൽ ജീവിച്ച കാലമുണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് കാലം മാറി, പിണറായി വിജയനും മാറി. പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോടൊന്നും ആലോചിക്കാതെയാണ് പിണറായി വിജയൻ പാർശ്വവർത്തികളെ കൊണ്ട് വ്യാജരേഖ നിർമ്മിച്ച് 4 കേസുകൾക്ക് കളമൊരുക്കിയത്. പിണറായി വിജയന് പുറമെ എല്ലാ കേസിലും എന്നെയും പ്രതിയാക്കി. മനോരമയ്ക്കെതിരെ കടുത്ത ആക്രമണം ഞാൻ മുമ്പ് പരമ്പര എഴുതിയത് കൊണ്ടാണ് എന്നോട് പക വീട്ടിയത്. പക്ഷേ നിസ്സഹായനായ ഞാൻ കൂട്ടുപ്രതിയായി കയറി നിൽക്കേണ്ടി വന്നു. വേണമെങ്കിൽ പാർട്ടിയെ ചതിച്ച എൻ്റെ നിരപരാധിത്വം പറഞ്ഞ് പിണറായിയെ ജയിലിലാക്കാമായിരുന്നു. വിഷവൃക്ഷത്തിൻ്റെ വേരുകൾ തേടി എന്ന എൻ്റെ പരമ്പര സഖാവ് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചുകൊടുത്ത് അനുമതി വാങ്ങിയ ശേഷമാണ് ദേശാഭിമാനിയിൽ 14 ദിവസം പരമ്പരയായി പ്രസിദ്ധീകരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി കസേര രക്ഷിക്കാൻ എത്ര ഭീമൻ തുക മലയാള മനോരമയ്ക്ക് നൽകിയാണ് വ്യാജ രേഖാ കേസിൽ നിന്ന് ഊരിയതെന്നറിയാമോ? അതാണ് പിണറായി വിജയൻ്റെ അധമ മാധ്യമ പ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ പതനം ഒരു പഴങ്കഥയാണെന്ന് എൻ്റെ മാധ്യമ പ്രവർത്തനാനുഭവം എന്നെ പഠിപ്പിക്കുന്നു. ഞാനങ്ങനെ എഴുതിയത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വിമർശിച്ചോളൂ. മുഖ്യമന്ത്രി പരിക്ഷീണിതനാണ്, അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പട്ടടയിലേക്ക് പോകും മുൻപ് പഴയ തലയെടുപ്പോടെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് സതുദ്ദേശത്തോടെ എഴുതിയത്. പാർട്ടിയിലെ അടിമക്കൂട്ടം സൈബർ ആക്രമണം ഇതിൻ്റെ പേരിൽ പുകിലുണ്ടാക്കിയാൽ ഒരു രോമത്തിൻ്റെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. എന്നെപ്പോലെ ഒട്ടേറെ പേർ ഇതേ മനുഷ്യൻ്റെ കൊടും ക്രൂരതകൾ എത്രയോ അനുഭവിച്ചവരാണ്. KK രമ MLA-യെ നിയമസഭയുടെ ശ്രീകോവിലിനുള്ളിൽ നിലത്തിട്ട് പട്ടിയെ ചവിട്ടുന്നത് പോലെ പീഡിപ്പിച്ച് കൈയൊടിച്ച് ആഴ്ചകളോളം ആശുപത്രിയിലാക്കിയത് കേരളം കണ്ടതാണ്. KK രമ ചികിത്സയിൽ ഇരിക്കവെയോ ആശുപത്രിയിൽ കഴിയവെയോ മുഖ്യമന്ത്രി ഒരു നോക്ക് പോലും കാണാൻ കൂട്ടാക്കിയില്ല. K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ ഇതിലും നിസാര സംഭവത്തിൽ തലസ്ഥാനത്തു നിന്ന് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിൽ കുതിച്ചെത്തി വേണ്ട രീതിയിൽ പരിചരിച്ചു. അതാണ് മനുഷ്യത്വം. ചത്താലും കുലം കുത്തി തന്നെ എന്ന് മുഖത്തടിച്ചതുപോലെ വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളെ എങ്ങനെ ആദരിക്കണം?
അതേ നിഷ്കളങ്കനെയല്ലേ ഏതാനും ആഴ്ച കഴിഞ്ഞ് വാടക ഗുണ്ടകളെ ഉപയോഗിച്ച് കൊത്തിമുറിച്ച് കശാപ്പ് ചെയ്യുന്നത്? KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിപ്പിച്ചത് കേരളത്തിന് എങ്ങനെ മറക്കാനാവും? തലയൊട്ടി അടിച്ചു പൊട്ടിച്ചും ചെടിച്ചട്ടി കൊണ്ട് മസ്തിഷ്കം തകർത്തും അർമാദിക്കാൻ സ്വന്തം സേനയെ തുടലൂരി വിട്ടത് ആരാണ്? പാർട്ടിയോട് ആശയപരമായി വിയോജിച്ച് പുറത്തേക്ക് വന്ന വന്ധ്യവയോവൃദ്ധരായ സഖാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? CPM ഭരിക്കുമ്പോൾ ജനാധിപത്യ ധ്വംസനമേ നടക്കൂ എന്നാണോ? ഗുണ്ടാപ്പട കയ്യിലുണ്ടെന്ന് വിചാരിച്ച് ഉമ്മാക്കി കാണിക്കരുത്. ഓരോ ചുവടും പഠിച്ചത് അങ്ങയിൽ നിന്നാണ്. പക്ഷേ അങ്ങ് മറുകണ്ഠം ചാടി. ഞങ്ങളിപ്പോഴും ഏഴകൾക്ക് വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കുന്നു. നിസ്തുരായ അബലകൾക്കും ആരെങ്കിലും വേണമല്ലോ. ഇങ്ങനെയാണ് G ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം CPMകാർക്ക് ഒരിക്കലും അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഭാഷ വശമില്ല. അവർക്കെപ്പോഴും വിരട്ടി കാര്യം നേടുക, ഇല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് കാര്യം നേടുക എന്നുള്ളതാണ് അവരുടെ ശൈലി. ഒരു ഫാസിസ്റ്റ് ശൈലി അങ്ങനെയാണ്. സഖാവ് G ശക്തിധരൻ്റെ തുറന്നെഴുത്തുകളെ അംഗീകരിക്കുകയും അതിലെ വാസ്തവം തിരിച്ചറിഞ്ഞ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും തിരുത്താനുള്ള ഒരു നടപടിയാണ് അണികൾ കാണിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഒരിക്കലും ഒരു നിലനിൽപ്പിനി ഉണ്ടാവില്ല. പശ്ചിമ ബംഗാളിലെ പോലെ ജനങ്ങൾ ഓടിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അവസരം കേരളത്തിലും അധികം താമസിയാതെ ഉണ്ടാകും. കാരണം പുറത്തു നിൽക്കുന്ന ആൾക്കാരല്ല ഇപ്പോൾ പാർട്ടിയെയും പിണറായി വിജയനെ പോലെയുള്ള പാർട്ടി നേതാക്കളെയും വിമർശിക്കുന്നതും അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും. അത് G സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളാണ്. പാർട്ടിയിൽ പതിറ്റാണ്ടുകളോളം പാർട്ടി എന്താണെന്ന് അറിഞ്ഞ് പാർട്ടിയെ വളർത്തിയെടുത്ത നേതാക്കളാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതായത് കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും CPM അണികളും നേതാക്കളും ഉൾക്കൊണ്ടാൽ അവർക്ക് നല്ലത്.